ഹരിയാന ഇഫക്റ്റ് അല്ലെങ്കിൽ ഹരിയാന ആവർത്തിക്കുമോ എക്സിറ്റ് പോൾ ഫലത്തിന്റെ കാര്യത്തിൽ ദില്ലിയിൽ? അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? അരുൺ, എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫല സൂചനകൾ ഏതായാലും മാറാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഹരിയാനയിലെ എഫക്റ്റ് ദില്ലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് തിരിച്ചടിയാവുക. കാരണം ഹരിയാനയിലെ വിജയം ദില്ലിയുടെ അതിർത്തി മേഖലകൾ നോക്കിയാൽ ജാട്ട് വോട്ടുകളൊക്കെ വളരെ നിർണായകമാണ്. ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ജാട്ട് വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ വലിയ പിന്തുണ BJP ആണ് നേടിയെടുത്തത്. ഹരിയാനയിൽ വലിയ വിജയം ഈ എക്സിറ്റ് പോളുകളെയൊക്കെ തന്നെ മറികടന്ന് ഹരിയാനയിൽ BJP നേടിയതാണ്. അപ്പോൾ ദില്ലിയിൽ സാഹചര്യങ്ങൾ മാറി, രാഷ്ട്രീയ മാറ്റം ദില്ലിയിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഈ എക്സിറ്റ് പോൾ പല സൂചനകളിലൊക്കെ തന്നെയുണ്ട്. ഏതായാലും 3 ഫാക്ടറുകൾ ദില്ലിയിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മധ്യവർഗത്തിൻ്റെ വോട്ട്. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതാണ്. മധ്യവർഗത്തിൻ്റെ വോട്ടിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ 2 കാലം ഭരിച്ചത്. ഏതായാലും ആ മധ്യവർഗ വോട്ടുകളിൽ പിളർപ്പുണ്ടായി. ദളിത് മുസ്ലിം വോട്ട് തീർച്ചയായും BJPക്കെതിരെ ആം ആദ്മി പാർട്ടിയിലേക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷേ ദളിത് വോട്ട് 17% ദില്ലിയിലെ ദളിത് വോട്ട്. ഇത്തവണ ഞാൻ ദില്ലിയിലെ പല ചേരി പ്രദേശങ്ങളിലൂടെയൊക്കെ തന്നെ യാത്ര ചെയ്തിരുന്നു. പക്ഷേ അവിടെയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘടകമുണ്ട്. പ്രത്യേകിച്ച് ചേരി നിവാസികൾക്ക് വീട് വെച്ച് നൽകും എന്ന BJPയുടെ വാഗ്ദാനം. അത് വലിയ തോതിൽ ഈ ചേരി നിവാസികളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് വലിയ തോതിൽ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഇത്തരം മേഖലകളിലെ വലിയ വോട്ട് ബാങ്ക് തന്നെയായിരുന്നു. ഏതാണ്ട് 17% ദളിത് വോട്ടുണ്ട്, പിന്നോക്ക വോട്ടുകളുണ്ട്. അപ്പോൾ ആ പിന്നോക്ക വോട്ടുകളിലും ദളിത് വോട്ടുകളിലും വലിയ പിളർപ്പുണ്ടായി. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ ഒരേ സമയം പാർലമെന്റിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദളിത് കുടുംബത്തിൽ നിന്ന് ഇതുപോലെ 3 പേർ ഒരേ സമയം പാർലമെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ദില്ലിയിൽ BJP നടത്തിയിട്ടുണ്ട്. 3ാമത്തെ ഫാക്ടർ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളുമായൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ BJP ജയിച്ചാൽ പോലും തെറ്റില്ല, പക്ഷേ ആം ആദ്മി പാർട്ടി വിജയിക്കാൻ പാടില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം 4 അത് 8% ഇത്തവണ ഉയരും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉയരും, അല്ലെങ്കിൽ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തും എന്ന് ഈ സർവേകളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് തനിച്ചു നിന്ന് നേട്ടമുണ്ടാക്കുക, ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നൊരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ശക്തമായി കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ കൃത്യമായി നടന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ആം ആദ്മി പാർട്ടി 2013 രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്ന 2013 മുതൽ പി ആർ സുനിൽ അവിടെയുണ്ട്. പി ആർ സുനിൽ അറിയാമല്ലോ, ആം ആദ്മി പാർട്ടി ആദ്യം ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിൽ വരുന്നു, പിന്നീട് ഭരണത്തിന്റെ കാര്യത്തിൽ, ഗുഡ് ഗവേണൻസിന്റെ കാര്യത്തിൽ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, മൊഹല്ല ക്ലിനിക്ക്, സ്കൂളുകളൊക്കെ കൊണ്ടുവരുന്നു. അതിനുശേഷം 2025 വരുമ്പോൾ യഥാർത്ഥത്തിൽ വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ BJP ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ട്. കാരണം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, സംസ്ഥാനം ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, എന്നാൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ, തൊഴിലില്ലായ്മ, വിവിധ ഏജൻസികളുടെ കണക്ക് പ്രകാരം 21% വോട്ടർമാർ ഇത്തവണ തൊഴിലില്ലായ്മ ഒരു പ്രധാന വിഷയമാണെന്ന് പറയുന്നു. പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് കാരണം സംസ്ഥാന സർക്കാരാണോ മുനിസിപ്പാലിറ്റിയാണോ എന്നൊരു ചോദ്യം. അതേപോലെ സിവിക് വിഷയങ്ങളുടെ കാര്യത്തിൽ അത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ ഇങ്ങനെ വോട്ടർമാർക്കിടയിൽ ഭരണപരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആം ആദ്മി പാർട്ടിക്കാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ BJPയുടെ ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ടോ പി ആർ സുനിൽ? അരുൺ, ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ 5 വർഷക്കാലം മികച്ച ഭരണമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭരണത്തിൻ്റെ അവസാന കാലത്ത് CAA വിരുദ്ധ പ്രക്ഷോഭവും ആം ആദ്മി പാർട്ടിക്ക് 2020 വലിയ വിജയം നേടാൻ സഹായിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷക്കാലം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ സ്കൂളുകളൊക്കെ തന്നെ പണ്ട് ഒരു 10-15 വർഷം മുമ്പ് ദില്ലിയിലെ സ്കൂളുകൾ നോക്കിയാൽ ഈ തകര ഷീറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകളായിരുന്നു. അതൊക്കെ മാറി ഒരു ഹൈടെക് സ്കൂളുകളായി ദില്ലിയിലെ വിദ്യാഭ്യാസ രംഗം ആം ആദ്മി പാർട്ടി മാറ്റിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈദ്യുതി സൗജന്യ വൈദ്യുതി, അതുപോലെ തന്നെ കുടിവെള്ളം ലഭ്യമാക്കുക. കുടിവെള്ള പ്രശ്നം ദില്ലിയിൽ എല്ലാ കാലത്തുമുള്ളൊരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി വന്ന ശേഷം അതിലൊക്കെ തന്നെ വലിയ പരിഹാരമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം ദില്ലിയിലെ പല മേഖലകളിലും വളരെ കുറഞ്ഞ നിലയിലാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം വലിയ അഴിമതി കഥകൾ വരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നു. ഭരണ
ഭരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ 5 വർഷക്കാലം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അത് തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡൽഹി തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ജനഹിത പരിശോധന എന്ന് തന്നെയാണ് കേജ്രിവാൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തത്. ജനം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ മാത്രം ഇനി അധികാരത്തിലേക്ക് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇനി ആപ്പിന്റെ ഭാവി, കേജ്രിവാളിന്റെ ഭാവി അതുകൂടി തുലാസിലാകുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന് കണ്ട ഒരു പ്രതിഭാസമായിരുന്നു ആം ആദ്മി പാർട്ടി. ആ പ്രതിഭാസത്തിന് അന്ത്യമാകുമോ? തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും ആം ആദ്മി പാർട്ടി ഇതുപോലെ പരാജയപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. ഇത് പഞ്ചാബിലും ഒരുപക്ഷെ ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ പിന്നീട് ദില്ലിയിലേക്ക് തിരിച്ചു വരിക വലിയ ബുദ്ധിമുട്ടാകും എന്നൊക്കെ തന്നെയാണ് ആം ആദ്മി പാർട്ടി വിലയിരുത്തിയത്. ഏതായാലും ഈ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ തീർച്ചയായും അത് ദില്ലിയിൽ കോൺഗ്രസിന്റെ ഒരു പുതിയ ഉദയത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. തീർച്ചയായും കോൺഗ്രസ് അങ്ങനെ തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്നത് തീർച്ചയായും ഇനി കാത്തിരുന്ന് കാണണം എന്താകും എന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയാണെങ്കിൽ വിജയിക്കുമോ എന്നതുപോലും ഇപ്പോൾ സംശയത്തിന്റെ അരവിന്ദ് കെജ്രിവാൾ സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കുമോ, നിലവിലുള്ള സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ അതിഷി മർലേന സ്വന്തം മണ്ഡലത്തിൽ കൽക്കാജി മണ്ഡലത്തിൽ വിജയിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും